ഏറ്റവും ജനകീയ ആപ്ലിക്കേഷനായ ChatGPTയെയും അതിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടുകാരെയും കണ്ടാലോ? ഈ ടോപ്പിന്റെ കൂടെ ഏത് സ്കേർട്ടാണ് മാച്ച് ആവുന്നത്? ഈ സ്കേർട്ട് നല്ലതാണ്. അപ്പോ ഇതോ? ഇത് കൊള്ളാം. ഇത് അത്ര പോരാ. ഇത് രണ്ടും പെയർ ചെയ്താലോ? അത് കൊള്ളാം, പക്ഷെ പിങ്ക് ആണെങ്കിൽ കൂടുതൽ നന്നാവും. ഇത് രണ്ടും കൂടെ ആയാലോ? നല്ലതാ, ഒരു ക്ലാസ്സിൽ ലുക്ക് വരും. പക്ഷെ ട്രെൻഡി അല്ലല്ലേ? ആണാണ്, ട്രെൻഡിയാണ്. ഹെയർ സ്റ്റൈൽ പറയാമോ? 10 ഉണ്ട്. ഇതിൽ ഏതാണ് നല്ലത്? സെക്കൻഡ് വൺ. ഓക്കെ. എനിക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് തരണം. സെറ്റ്. മലേഷ്യ, സിംഗപ്പൂർ, ദുബായ്. ഏയ് വീട്ടി, 1 ഡേ ട്രിപ്പാണ്. ട്രാവലിംഗ് ടൈം 1 സൈഡ് 3 hours കൂടരുത്. ഹിൽ സ്റ്റേഷൻ ആയിക്കോട്ടെ, തണുപ്പ് കൂടുതൽ വേണ്ട, മഴ പാടില്ല, തിരക്ക് ഒട്ടും വേണ്ട, പിന്നെ ഒരു ബീച്ച് കൂടെ വേണം. പിന്നെ ട്രിപ്പ് കോസ്റ്റ് മൊത്തം 1000 രൂപയിൽ കൂടരുത്. ഇത് സ്റ്റക്കായാലോ? അയ്യോ, പണി കിട്ടിയെന്നാ തോന്നുന്നത്. How to know. എനിക്ക് ക്ഷമ ഉണ്ടാവട്ടോ. ഈ ഇരിക്കുന്നവർക്ക് ഒന്നും ക്ഷമ കാണില്ല. പെട്ടെന്ന് ചോദിക്കടാ. How to know the password of Mama's phone? അമ്പട, പാസ്വേഡ് ഒന്നും പറയാൻ പാടില്ല. എനിക്ക് വേണം. പറ്റില്ല. എനിക്ക് അറിയണം, അല്ലാതെ ഞാൻ പോകൂല ഇവിടുന്ന്. പോലീസിനെ വിളിക്കണോ? അല്ലെങ്കിൽ വേണ്ട, നിന്റെ മമ്മയുടെ നമ്പർ എന്റെ ഉണ്ട്, വിളിക്കണേ. ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്താ നോക്കട്ടെ. ഇതാ. എടാ, ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഇത് നീ തന്നെ ചെയ്ത് നോക്ക്. അത് പറ്റില്ല, ഇത് സോൾവ് ചെയ്യുക. തന്നെ ഒന്ന് ട്രൈ ചെയ്യടാ. എനിക്ക് 5 മിനിറ്റിൽ എക്സാം തുടങ്ങും. പ്ലീസ് 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 ഒന്ന് സോൾവ് ചെയ്താ. നാളെ ഞാൻ തന്നെ ചെയ്തോളാം. താ. ഓക്കെ. എടാ, ഇങ്ങനെ മടി പിടിച്ചാൽ ശരിയാവില്ല. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നൊരു മോട്ടിവേഷണൽ കോട്ട് തെറ്റേ എന്ന് ചോദിച്ചതാ. മോട്ടിവേഷൻ കുറെ കിട്ടുന്നുണ്ട്, സൊല്യൂഷൻ മാത്രം മതി. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാം? അത് നടക്കില്ല. എന്നാൽ ഈ പോയം 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാമോ? ഇതൊന്നും അത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല കുട്ടികളെ. ഓ, ഈ ChatGPTക്ക് ഒന്നും അറിയില്ല. എല്ലാരും വെറുതെ പറയാ ChatGPTയോട് ചോദിച്ചാൽ മതിയെന്ന്. നമുക്ക് പോകാം. ChatGPT, റോബ്ലോക്സിൽ 99 നൈറ്റ്സ് ഗെയിം കളിക്കാൻ ടിപ്സ് പറഞ്ഞു തരാമോ? ഇതാ. എന്റെ കുറെ സമയം വേസ്റ്റ് ആകുന്നുണ്ട്. കുറച്ച് ടൈം മാനേജ്മെന്റ് ടിപ്സ് വേണം. എന്നാ, പുതിയ മൂവീസ് ഏതൊക്കെയാണ്? ഷോർട്ട് ടൈമിങ്സ് കൂടെ. ഇതാ. എനിക്ക് ഒരു സ്റ്റഡി പ്ലാൻ വേണം. അടുത്ത ആഴ്ച എക്സാം തുടങ്ങും. 95% സ്കോർ ചെയ്യുന്ന പോലെ ഒരു പ്ലാൻ. എന്നാ, പിന്നെ ഫുട്ബോൾ മാച്ച് വരുന്നില്ലേ, ടൈമിങ്സ് പറയാമോ? ഇതാ. ഇനി ഇതെല്ലാം കൂടി എനിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി താ. കാലുവേദനയ്ക്ക് ഏതാണ് പറ്റിയ എക്സസൈസ്? നീ വെള്ളം കുടിക്കുന്നുണ്ടോ? അത് കുറവാണ്. എക്സസൈസ് ഇതാ, പിടിച്ചോ. വെള്ളം കുടിക്കണം കേട്ടോ. ഈ ആപ്പിളിന്റെ തൊലി കളഞ്ഞു കഴിക്കണോ അതോ തൊലിയോടെ കഴിക്കണോ? എങ്ങനെയായാലും കുഴപ്പമില്ല.
ചപ്പാത്തി 3 കഴിച്ചു. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. നാളെ കളക്ടർ അവധി ഡിക്ലെയർ ചെയ്യുമോ? സാധ്യതയില്ല. ഇന്നലെ എന്റെ അപ്പൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിക്കുമോ? എന്തുവാടേ? മനസ്സിനൊരു സുഖമില്ല. എന്തു പറ്റി? ഫ്രണ്ട്സ് ഇല്ലേ? ഉണ്ട്, പക്ഷെ എല്ലാവരും ബിസിയാണ്. എനിക്ക് സന്തോഷം തോന്നുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും സന്തോഷം കിട്ടുന്നില്ല. എന്തൊക്കെയോ കൺഫ്യൂഷനാണ്, ആർക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. ശരിയായ സ്നേഹം, സമാധാനം, സന്തോഷം ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല. ദൈവത്തേക്കാൾ വലിയ സ്നേഹമില്ല. ദേ കണ്ടോ, വിശുദ്ധ യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദേ ഇവിടെ കണ്ടോ, വിശുദ്ധ ലൂക്ക 2:14, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നിനക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും തരാനാണ് ഉണ്ണിയേശു പിറന്നത്.